നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വനപർവം കർണൻ്റെ ദാനം. പാണ്ഡവരുടെ വനവാസത്തിൻ്റെ കാലം അവസാനിക്കാറായി. ഒരു വർഷം അജ്ഞാതവാസം കൂടി കഴിഞ്ഞാൽ അവർക്ക് രാജ്യം തിരിച്ചു കൊടുക്കാൻ ദുര്യോധനൻ ബാധ്യസ്ഥനാണ്. എന്നാൽ അവൻ അതിന് സന്നദ്ധനാവുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ യുദ്ധം അനിവാര്യമായി തീരും. ഇരുഭാഗത്തും പേരുകേട്ട അനേകം പേർ യോദ്ധാക്കളായിട്ടുണ്ടായിരിക്കും. കൗരവപക്ഷത്ത് കർണനാണ് ഏറ്റവും സമർത്ഥനായ വില്ലാളി. ഇനി ദേവേന്ദ്രൻ്റെ കൗശലം. അവൻ അമൃതോത്ഭവമായ കവചത്തോടും ദിവ്യമായ കുണ്ടലങ്ങളോടും കൂടി ജനിച്ചവനാണ്. അത് ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം അവൻ അജയ്യനായിരിക്കും. അർജുനന് പോലും അവനെ കൊല്ലാൻ കഴിയാതെയാവും. ഇതെല്ലാം ദേവന്മാർക്കറിയാം. അവർ ഇതേപ്പറ്റി ആലോചിച്ചു. പാണ്ഡവരോട് പൊതുവായും അർജുനനോട് പ്രത്യേകമായും വാത്സല്യമുള്ള ദേവേന്ദ്രനാണ് ഇക്കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ചത്. കർണൻ പ്രസിദ്ധനായ ദാനശീലനാണ്. ഇത് എല്ലാവർക്കും അറിയാം. ബ്രാഹ്മണൻ എന്തു ചോദിച്ചാലും കർണൻ അത് കൊടുക്കും. ഇന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിൽ പോയി കർണനോട് അവൻ്റെ കവചകുണ്ടലങ്ങൾ യാചിക്കാൻ തീരുമാനിച്ചു. ഇത് ദേവന്മാരെല്ലാം അറിഞ്ഞു. സൂര്യദേവനും ഈ വിവരം മനസ്സിലാക്കി. തൻ്റെ പുത്രനായ കർണൻ്റെ ശരീരത്തിൽ നിന്ന് കവചകുണ്ടലങ്ങൾ ഒഴിഞ്ഞുപോയാൽ അത് അവൻ്റെ മരണത്തിന് കാരണമാകും എന്ന് സൂര്യഭഗവാന് അറിയാമായിരുന്നു. ആകയാൽ കർണനെ സമീപിച്ച് കവചകുണ്ടലങ്ങൾ ഒരു കാരണവശാലും കൈവിടരുത് എന്ന മുന്നറിയിപ്പ് കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരു ദിവസം പ്രഭാതത്തിന് മുമ്പ് കർണൻ ഉറക്കമുണർന്നപ്പോൾ തൻ്റെ മുറിയിൽ അതിതേജസ്വിയായൊരു ബ്രാഹ്മണൻ നിൽക്കുന്നത് കണ്ടു. പരിഭ്രമത്തോടെ എഴുന്നേറ്റ കർണൻ ബ്രാഹ്മണനെ വന്ദിച്ചു. അദ്ദേഹം ആരാണെന്നും എന്തിനാണ് വന്നത് എന്നും തിരക്കി. ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ മാർത്താണ്ഡദേവനാണ്. ഇന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് നിന്റെ കവചകുണ്ടലങ്ങൾ യാചിക്കും. ഈ കവചകുണ്ടലങ്ങൾ നിന്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം നിന്നെ ആർക്കും വധിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നീ അത് കൊടുക്കരുത്. ഇതറിയിക്കാനാണ് ഞാൻ വന്നത്. ഭാസ്കരദേവൻ പറഞ്ഞതൊക്കെ കർണൻ കേട്ടുവെങ്കിലും ബ്രാഹ്മണൻ അത് യാചിച്ചാൽ കൊടുക്കാതിരിക്കാൻ സാധ്യമല്ല എന്നായിരുന്നു കർണൻ്റെ പ്രതികരണം. ആദിത്യ ഭഗവാൻ കർണനോട് കവചകുണ്ടലങ്ങളെ രക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം വീണ്ടും പറഞ്ഞിട്ട് അപ്രത്യക്ഷനായി. കർണൻ ദിവസവും മധ്യാഹ്നത്തിൽ ആദിത്യനെ പൂജിക്കും. പൂജ കഴിഞ്ഞു വരുമ്പോൾ ആരെന്തു ചോദിച്ചാലും അദ്ദേഹം അത് കൊടുക്കും. ഒരു ദിവസം ആദിത്യ പൂജ കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ കർണനെ സമീപിച്ചു. ബ്രാഹ്മണന്റെ ആവശ്യം എന്താണെന്ന് കർണൻ അന്വേഷിച്ചു. എന്താണെങ്കിലും നൽകാം എന്ന് പറഞ്ഞു. കർണൻ ചോദിച്ചു, സ്വർണ്ണഭൂഷണങ്ങൾ അണിഞ്ഞ യുവതികളെയോ പശുക്കൾ ധാരാളമുള്ള ഗ്രാമങ്ങളെയോ എന്താണ് ഞാൻ ഭവാന് നൽകേണ്ടത്? ഭവാൻ എന്താവശ്യപ്പെട്ടാലും അത് തരാൻ ഞാൻ തയ്യാറാണ്. ബ്രാഹ്മണൻ, കന്യകമാരും ഗ്രാമങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല. അതൊക്കെ ആവശ്യമുള്ളവർക്ക് കൊടുത്തുകൊള്ളൂ. എനിക്ക് ആവശ്യം നിന്റെ കവചവും കുണ്ടലങ്ങളുമാണ്. നീ സത്യവാനാണ് എങ്കിൽ അവ എനിക്ക് നൽകിയാലും. ഇത് കേട്ടപ്പോൾ തൻ്റെ മുമ്പാകെ നിൽക്കുന്ന ബ്രാഹ്മണൻ എന്തിനാണെന്ന് കർണന് സംശയം തോന്നി. കവചകുണ്ടലങ്ങൾ ഒഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും നൽകാമെന്ന് കർണൻ പറഞ്ഞു. എന്നാൽ ബ്രാഹ്മണന് വേറെ ഒന്നും തന്നെ വേണ്ടിയിരുന്നില്ല. കവചകുണ്ടലങ്ങൾ തരാത്ത പക്ഷം കർണൻ്റെ വാക്ക് പാലിക്കപ്പെടാതായി തീരും എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ പോകാൻ ഭാവിച്ചു. അപ്പോൾ കർണന് ബോധ്യമായി ബ്രാഹ്മണൻ ഇന്ദ്രൻ തന്നെ ആണ് എന്ന്. കർണൻ കൂസലിനെ ഇന്ദ്രനോട് പറഞ്ഞു, അങ്ങ് ദേവേന്ദ്രനാണ് എന്ന് എനിക്കറിയാം. അങ്ങ് പാണ്ഡവപക്ഷപാതം കൊണ്ട് എന്നെ മൃത്യുവിന് വിധേയനാക്കാനായിട്ടാണ് എൻ്റെ കവചകുണ്ടലങ്ങൾ ചോദിക്കുന്നത്. ഇത് വഞ്ചനയാണ്. വരം തന്ന് അനുഗ്രഹിക്കേണ്ട അങ്ങയെപ്പോലുള്ള ദേവന്മാർ ഞങ്ങളെപ്പോലെയുള്ള മർത്യരെ വഞ്ചിക്കുന്നത് കഷ്ടമാണ്. കർണൻ്റെ മറുപടി കേട്ടപ്പോൾ ദേവേന്ദ്രൻ ലജ്ജിതനായി. എങ്കിലും അദ്ദേഹം തൻ്റെ ആവശ്യം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. കവചകുണ്ടലങ്ങൾ കിട്ടിയേ താൻ സംതൃപ്തനാവുകയുള്ളൂ എന്ന് തീർത്തു പറഞ്ഞു. ഇനി ഇന്ദ്രൻ്റെ മേൽദാനം. കർണൻ, പ്രഭു, അങ്ങ് ദേവദേവേശനാണ്. കവചകുണ്ടലങ്ങൾ നൽകിയാൽ ഞാൻ വധ്യനായിത്തീരും. അത് അങ്ങ് കാരണമായതുകൊണ്ട് അങ്ങും പര്യാസപാത്രമാകും. ഞാൻ കവചകുണ്ടലങ്ങൾ നൽകാം. അതിന് പകരമായി എനിക്ക് അങ്ങയുടെ ശക്തി എന്ന ആയുധം തരണം. എൻ്റെ ശരീരത്തിൽ ജന്മനാ തന്നെ ഒട്ടിപ്പടുത്തി കിടക്കുന്ന കവചം അറുത്തെടുക്കുമ്പോൾ ശരീരത്തിന് വൈരൂപ്യം ഉണ്ടാവാതിരിക്കാൻ അങ്ങ് അനുഗ്രഹിക്കുകയും വേണം. ഇന്ദ്രൻ സമ്മതിച്ചു. കർണൻ മൂർച്ചയേറിയ ശസ്ത്രം എടുത്ത് ശരീരം മുറിച്ച കവചം അറുത്തിയെടുത്തു. ശരീരം മുറിയുമ്പോൾ അത്യധികമായ വേദനയുണ്ടായെങ്കിലും കർണന് മുഖത്തൊരു ഭാവഭേദവും ഉണ്ടായില്ല. അവൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് അപ്രകാരം ചെയ്തത്. കർണങ്ങളിൽ നിന്ന് കുണ്ടലങ്ങളും അടർത്തിയെടുത്തു. രണ്ടും ഇന്ദ്രന് നൽകി. കർണൻ്റെ ശരീരത്തിൽ മുറിവുകളൊന്നും ഉണ്ടായില്ല. അവൻ്റെ ശരീരം ഭാനുമാനെ പോലെ തേജസ്സുള്ളതായി തീർന്നു. ഇന്ദ്രൻ ശക്തി എന്നതിൻ്റെ ശക്തിമത്തായ വേല് കർണന് നൽകിയിട്ട് പറഞ്ഞു, ഈ വേൽ കുറുക്കിക്കൊള്ളുന്ന
ശക്തിയേറിയ ആയുധമാണ്. ഇതിൻ്റെ പ്രയോഗം കൊണ്ട് ഏതെങ്കിലും ഒരു വൈരിയെ മാത്രമേ നിനക്ക് കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം ഇത് എൻ്റെ പക്കൽ തിരിച്ചെത്തും. തൻ്റെ ആഗ്രഹം സഫലമായപ്പോൾ ഇന്ദ്രൻ അത്യധികം സന്തോഷിച്ചു. ഹൃദ്യമായി ഉറക്കെ ചിരിച്ചു. എന്നാൽ ആ ചിരിയുടെ മാറ്റൊലി കർണൻ്റെ കീർത്തി ലോകത്തിലെങ്ങും പരത്തുകയാണ് ഉണ്ടായത്. പാണ്ഡവന്മാർക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്ത കൃതാർത്ഥതയോടെ ഇന്ദ്രൻ ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി. കർണൻ ഇന്ദ്രനാൽ വഞ്ചിതനായ വൃത്താന്തം കേട്ട ദുര്യോധനാദികളുടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. അജയ്യനായും അവധ്യനായും നിന്ന് തങ്ങളുടെ വിജയസാരഥ്യം വഹിക്കേണ്ട കർണൻ മൃത്യുവിനിരയാകാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രൻ ദുഃഖിച്ചു. ദേവർഷിമാർ കർണൻ്റെ കവചകുണ്ടലങ്ങൾ ഇന്ദ്രൻ രാജിച്ചു വാങ്ങിയ വൃത്താന്തം പാണ്ഡവരോട് വിസ്തരിച്ചു പറഞ്ഞു. അവർ അത്യധികം സന്തോഷിച്ചു. യുധിഷ്ഠിരൻ സമാധാനത്തോടെ ദീർഘമായി നിശ്വസിച്ചു. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.